ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം നൽകാത്തൊരു വ്യക്തിയായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ആ വ്യക്തിയെ നഷ്ടപ്പെടുത്തണോ അതോ നഷ്ടപ്പെടുത്താതിരിക്കണോ, നിങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണോ എന്നുള്ളതൊക്കെ അറിയാനുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഥവാ ഞാൻ പറയാൻ പോകുന്ന ഈ 4 ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അതപ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് പല ആളുകളും ചിന്തിക്കുന്നുണ്ടായിരിക്കും. വളരെ ഈസിയാണ്. നിങ്ങളെ എന്നും ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയാൻ കോളോ മെസ്സേജോ ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഡെയിലി ഒരു മെസ്സേജെങ്കിലും അല്ലെങ്കിൽ ഒരു കോളെങ്കിലും വരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരിക്കലും വിട്ടുകളയാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതൽ ഹാപ്പി ആക്കാനും നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടോ? ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ കൂടുതൽ ഹാപ്പിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെയും നിങ്ങൾ വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ധാരാളം കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അഥവാ സപ്പോർട്ട്, പിന്തുണ എന്നുള്ളതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുണ്ട് എന്നുണ്ടെങ്കിലും ആ വ്യക്തിയെ ഒരിക്കലും വിട്ടുകളയാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എത്ര വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി സത്യം മാത്രം പറയുക. അഥവാ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും എന്നറിഞ്ഞാൽ പോലും അത് ആ ഒരു സത്യം തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്ത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അത് പാളിപ്പോവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കുരുക്കിൽ പെടണ്ട എന്ന് കരുതിക്കൊണ്ട് ആ ഒരു ട്രൂത്ത്, യാഥാർത്ഥ്യം തുറന്നു പറയുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകളെ ഒന്നും വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളെയും അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. നിങ്ങളുടെ സംസാരം ഇഷ്ടമായിരിക്കും, നിങ്ങളുടെ പ്രസൻസ് ഇഷ്ടമായിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 4-5 പോയിന്റ്സ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു. ഈ പോയിന്റ്സുകളൊക്കെ ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നഷ്ടപ്പെടുത്താതിരിക്കാനും ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി കുറച്ച് എഫേർട്ട് ഇടുക, അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ അവരെ അങ്ങോട്ട് തിരിച്ചും ഹെൽപ്പ് ചെയ്യുക, സ്നേഹിക്കുക ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ മറ്റെന്തെങ്കിലും ഹെൽപ്പുകളോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ, നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.